ഛേ, വന്നു വന്ന് അണ്ണാന് പോലും നമ്മളെ ഒരു വിലയില്ലാതെ ആയിരിക്കുന്നു. ശരിയാ, ആ പിഞ്ചുമാൻ എന്നെ കഴിഞ്ഞ ദിവസം ഒടിയനെന്ന് വിളിച്ച് കളിയാക്കി. എന്റെ ഒടിഞ്ഞ കൊമ്പ് അത് കേട്ടപ്പോൾ തരിച്ചു. ആ കുഞ്ഞിക്കുരങ്ങൻ എന്നെ വിളിക്കുന്നത് കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. അവൻ എന്നെ വിളിക്കുക എടാ താടീന്ന്. സൂപ്പർ പേര് തന്നെ, താടീന്ന്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഡിങ്കനെ ഇല്ലാതാക്കണം. നമ്മുടെ നാണക്കേടിന്റെ പ്രധാന കാരണം അവനാ, ഡിങ്കൻ. അവനെ വകവരുത്തണം. ആ ഡിങ്കൻ ഇല്ലായിരുന്നെങ്കിലേ കാട്ടിലെ മഹാരാജാവാകേണ്ടവനാ ഈ ഞാൻ. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണോ? നമ്മളെ കൊണ്ടത് നടക്കുവോ? നടക്കും. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് നോക്കിയതുകൊണ്ടാ അവനെ തറ പറ്റിക്കാൻ പറ്റാഞ്ഞത്. നമ്മൾ ഒത്തുനിന്നാൽ അവൻ വെറും പുല്ല. കൊള്ളാം. പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ എന്റെ കൊമ്പൊടിച്ചത് ഞാൻ ഓർക്കുന്നു. ഹോ, എന്തൊരു ശക്തി ആ കാലമാടന്. കരീം ഭായി പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? എന്തായാലും നാണം കെട്ടുന്ന ആറി നിൽക്കുക. എന്താ പ്ലാൻ? കേൾക്കട്ടെ. വനത്തിലൊരു മന്ത്രവാദി വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഡിങ്കനെ കൊടുക്കാനുള്ളൊരു സാധനവുമുണ്ട്. എന്താ അയാളുടെ കയ്യിലുള്ളത്? പറയട്ടെ, ഇടയ്ക്ക് കയറി സംസാരിക്കാതെ. കഴിഞ്ഞ ദിവസം ഞാൻ കാട്ടിലൂടെ ഇര തേടി നടന്ന് ആ സന്യാസിയുടെ മുമ്പിലെത്തി. എന്നിട്ട് കമ്പനി ആയോ? എവിടെ? എന്നെ കണ്ടതും അയാൾ എന്റെ കണ്ണിലേക്ക് തുറിച്ചൊരു നോട്ടം. പേടിച്ചു പോയ ഞാൻ അയാളെ ആക്രമിക്കാൻ വേണ്ടി ഒരു ചാട്ടം ചാടി. എന്നിട്ട് അയാൾ കമണ്ടലുവിൽ നിന്ന് എന്തോ ഒരു പൊടിയെടുത്ത് ചാടിച്ചെന്ന് എന്റെ മുഖത്തേക്ക് അങ്ങ് വിതറി. എന്റെ കണ്ണും തലയും അങ്ങ് കറങ്ങിപ്പോയി. ഞാൻ മയങ്ങി അങ്ങ് വീണു. പക്ഷെ അയാൾ രക്ഷപ്പെട്ടു. ഇത് നല്ല കൂത്ത്. ഇത്ര കിടിലനായ സന്യാസിയുടെ കയ്യിൽ നിന്നും ആ പൊടി എങ്ങനെ തട്ടാനാ? അസംഭവ്യം. രണ്ടാം ദിവസമാ ഞാൻ കണ്ണു തുറന്നത്. അയാൾ ദിവസവും കുളിക്കാൻ പോകാറുണ്ട്. വല്ലപ്പോഴും കുളിക്കുന്ന നിനക്ക് അതൊരു സംഭവം തന്നെ. തമാശ വേണ്ട, നേരം കളയാതെ കാര്യം പറ. ഇപ്പൊ എന്താ വഴി? അയാളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അത് തട്ടിയെടുക്കണം. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. കുളിക്കാൻ വരുന്ന സമയം ആ കമണ്ടലും അയാൾ താഴെ വയ്ക്കും. അപ്പോ അത് തട്ടിയെടുത്താ പോരെ? പോരാ, ഞാൻ ഉദ്ദേശിച്ചത് അതെടുത്ത് ഡിങ്കന്റെ മുഖത്തിട്ട് അവനെ കൊടുക്കണം. എന്നിട്ട് വേണം അവനെ ചവിട്ടി പൊട്ടിക്കാൻ. ഡിങ്കനാണത്രേ, ഡിങ്കൻ. എനിക്കവനെ പിച്ചി ചീന്തി പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന അവന്റെ തുണി കീറിയെടുത്ത് ഒരു നിക്കറ് തയ്പ്പിച്ച് വല്ല മരത്തിൽ നിറങ്ങി അത് കീറണം. എന്തൊരു ക്ഷീണം. ഇനി കുറച്ച് വെള്ളം കുടിക്കാം. മുതല, അയ്യോ, അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ, അയ്യോ, ചുറ്റും മുതല.
വേണ്ടായിരുന്നു കൂട്ടിന് പറഞ്ഞത് കൊണ്ടാ ഞാൻ. ശരി ശരി, ആ പാവം സന്യാസിയോട് മാപ്പ് ഇരിക്ക. മാപ്പ് തരണം. ഞാൻ ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല. സത്യം സത്യം. നന്ദി ഡിങ്ക, നന്ദി. നീ വന്നില്ലായിരുന്നെങ്കിൽ. അപകടം എവിടെയാണോ അവിടെ എത്തുക എന്നതാണ് എന്റെ കടമ. പോയിക്കോ, വന്നെടുത്ത് പോയി കിടക്ക്. ഓടിക്കോ. എവിടെ എന്റെ ദണ്ടും കമണ്ടലവും? എന്തു പറ്റി സ്വാമിജി? ഡിങ്ക, ആരോ എന്റെ കമണ്ടലും യോഗാദണ്ഡും കവർന്നു. ഞാനിതിവിടെ വെച്ചിരുന്നതാ. അതാരെടുത്തിട്ടുണ്ടാവും? അതാരെടുത്താലും അപകട, പ്രത്യേകിച്ച് ദുഷ്ടന്മാരുടെ കയ്യിലെത്തിയാൽ. ഞാൻ എണ്ണാം, നിങ്ങളെല്ലാം ഒളിച്ചോ. ദേ, കള്ളക്കളി കളിക്കുന്നവരെ ഇനി കളിപ്പിക്കത്തില്ല. അതിനാരാ ഇവിടെ കള്ളക്കളി കളിച്ചത്? നീ തന്നെ, അല്ലാതാരാ? ദേ, ഞാൻ 50 വരെ എണ്ണും. അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നവരെ ഞാൻ സാറ്റടിക്കും. വേണമെങ്കിൽ പോയി ഒളിച്ചോ. വേഗം ഒളിക്കോ. എവിടെയാ ഒളിക്കുക? 1 2 3 4 5 6 7 8 9 10 11 12 13 14 50. ആ, എല്ലാത്തിനും ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കും. നോക്കിക്കോ. ഇവിടുന്ന് കാണാനില്ലല്ലോ. ആ, ഈ കുറ്റിക്കാടിനകത്ത് കാണാതിരിക്കില്ല. കണ്ടേ, നമ്മളെ കണ്ടുപിടിക്കാനുള്ള പുതിയ അടവാവലി കരച്ചില്. പിടിക്കണം നിന്റെ ഡിങ്കനെ. കാണട്ടെ അവന്റെ ശക്തി. ദേ, എന്റെ വർഗമാണെന്നൊന്നും ഞാൻ നോക്കില്ല. വിളിക്കടാ അവനെ, അല്ലെങ്കിൽ നിന്റെ പള്ള ഞാൻ ചവിട്ടി കീറും. ആ പീറ ചാവാലി കൊരങ്ങനെ വിളിക്കാനല്ല പറഞ്ഞത്. വിളിക്കടാ ഡിങ്ങനെ. വിടാനാ പറഞ്ഞത്. അത് ശരി, കിഴവനെത്തിയോ? ധൈര്യം ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങി വാടാ. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വിളിക്കടാ എലിയെ. നിങ്ങളുടെ ശക്തരിൽ ശക്തൻ. എതിരാളിക്കൊരു ചക്കക്കുരുവിനെ വിളിക്കടാ. അല്ല അല്ല, എതിരാളിക്കൊരു പോരാളിയാ, ചക്കക്കുരു ഒന്നും അല്ല. തർക്കുത്തരം പറയുന്നു നിന്നെ ഞാൻ. കൊടുങ്കാറ്റിന്റെ വേഗത അളക്കാം. ഡിങ്കന്റെ വേഗത ഇന്നോളം ആരും അളന്നിട്ടില്ല. അങ്ങനെ രണ്ടിടി ഇടിച്ച് ഹീറോയാവാൻ ഇതെന്താ സിനിമയോ? ഡിങ്കൻ വീണേ. ഇനിയാണ് ക്ലൈമാക്സ്. അയ്യോ, ചതിയന്മാർ എന്തോ പൊടി ഡിങ്കന്റെ മേലിട്ടു. എടുത്തെറിയടാ അവനെ. കാട്ടുചോലയിൽ എറിയവനെ. അത് തന്നെയാ വേണ്ടത്. അവൻ അവിടെ കിടന്ന് അഴുകി ഒഴുകിപ്പോട്ടെ. എനിക്ക് എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മന്ദന്മാർ, മയക്കും പൊരിയുടെ ശക്തി വെള്ളത്തിൽ വീണപ്പോ പോയി. എന്റെ കൂട്ടുകാരെ ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാരെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ചെറബി ബാക്കി भी है मेरा दोस्त. യഥാർത്ഥ ക്ലൈമാക്സ് ഇനിയാണ്. എന്തു പറ്റി ആനക്കുട്ടന്? പിഞ്ചുമാനും മോട്ടുമോയിലും എല്ലാരും സാറ്റടിച്ചേ. നമ്മളെ കണ്ടുപിടിച്ചു. ഓർത്തില്ല, ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നുപോയി.
കേട്ടിട്ടാ ഞാൻ ട്യൂഷൻ കട്ട് ചെയ്തിട്ട് ഇറങ്ങി തിരിച്ചത്. എനിക്ക് പേടിയാവുന്നു. എന്തിനാണ് പേടിത്തൊണ്ട വെപ്രാളം പിടിക്കുന്നത്? ഞാൻ പറഞ്ഞ സ്ഥലം ഈ കാട് കഴിഞ്ഞ ഉടനെയാ. അവിടെ ചെന്നാൽ മെർമെയ്ഡിനെ കാണാൻ പറ്റുന്ന ഉറപ്പാണോ? ഉറപ്പാണോന്ന് പറഞ്ഞ പള്ളിയിലെ കപ്പേര് ആരോടാ പറയുന്നത്? ഞാൻ കേട്ടതാ. ഈയിടെ മെർമെയ്ഡിന്റെ അസ്ഥികൂടം കടൽ തീരത്തുനിന്ന് കിട്ടിയിത്രേ. ഉൾവമ്മത്തായെന്ന അങ്ങനെ നാട്ടുകാര് വിളിക്കുന്ന പേര് അറിയാമോ? പള്ളിയുടെ അടുത്ത് ഭൂതമുണ്ടെന്ന് കപ്പേര് പറഞ്ഞ സത്യമായില്ലേ? എത്ര പേരാ കണ്ടിരിക്കുന്നേ? അത് അയാൾക്ക് പള്ളിപ്പറമ്പിന്ന് തേങ്ങിയിട്ടുണ്ട് പോലുള്ള അടവാന്നും കേട്ടിട്ടുണ്ട്. നന്ദാ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് കപ്പേര് നല്ല വിശ്വാസമാ. നീ പുളുവമ്മത്തായ ഫാൻസ് അസോസിയേഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ ഒരു ശബ്ദം കേട്ടത്? നിന്റെ സൈക്കിളിന്റെ കാറ്റ് പോയതാവും. വഴിയൊന്നും തെറ്റിട്ടില്ലല്ലോ. ഏയ്, കപ്പ്യാര് പറഞ്ഞ വഴി ഇത് തന്നെയാ, ഉറപ്പാ. എന്നാ വേഗം ദേ ഒരു പാമ്പ്. അയ്യോ, രക്ഷിക്കണേ. രക്ഷപ്പെട്ടു കർത്താവേ, ഞാൻ തളർന്നേ. ഓടി ഓടി വയ്യാണ്ടായി. നല്ല അടിയൊഴുക്കുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? നീയല്ലേ വലിയ ധൈര്യശാലി, ഒരു വഴി ആലോചിക്ക്. രക്ഷപ്പെടായിരുന്നു, പക്ഷെ ആ തൊഴയെറിഞ്ഞു കളഞ്ഞ മണ്ടത്തരമായി പോയി. അത് പിന്നെ വേറെ വഴിയില്ല എന്നിട്ടല്ലേ? ദാ ചാടി നീന്തിയാലോ? വേണ്ട, ആഴെത്രാന്ന് അറിയില്ല, പിന്നെ ഒഴുക്കും. ഒരു ഐഡിയ. എന്താ? നീ മോട്ടോർ സ്റ്റാർട്ട് ചെയ്. അത് കേടാ, ജാമ്പോന്റെ കാലത്തേന്നാ തോന്നേ. പിന്നെ എന്ത് ചെയ്യും? ഏതെങ്കിലും മീൻപിടുത്തക്കാര് കാണാതിരിക്കില്ല ഇവിടെ. അവര് നമ്മളെ രക്ഷിക്കും. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. എനിക്ക് മമ്മിയെ കാണണം. എന്താ, നീ സമാധാനായിട്ടിരിക്കടാ. ഇവിടെ ആരെങ്കിലും കാണാതിരിക്കില്ല. നമുക്ക് ഈ ബോട്ട് ശരിയാക്കിയിട്ട് ഈ യാത്ര എൻജോയ് പോയോ?